that rhythm, we kick every time. Lyric and a beat, we kill every line. This time, I'm doing for the home city. Every dude is so cool, every girl is so pretty. Sunset at the beach, you know how we feel. Muddy, it's on the... Hi friends, ഇപ്പോൾ ഇന്ന് നമ്മൾ കുക്കിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നല്ല ഒരു വെറൈറ്റി കുറച്ച് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. ഇത് നമ്മുടെ ചമ്പക്കുളത്തിനടുത്തുള്ള കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് എന്താ പറയുക, ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു ഫാമിലി ഹട്ടാണിത്. ഇത് ഇവിടെ കിട്ടുന്നത് അടിപൊളി നാടൻ വിഭവങ്ങൾ, അതായത് നല്ല നാടൻ ഫുഡ്, ഫിഷ് ഐറ്റംസും അതേപോലെ നല്ല നാടൻ ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി ഹട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും, ഏതൊക്കെ ടൈപ്പ് ഫുഡ് കിട്ടുമെന്നുള്ളതും അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടാമെന്ന് വെച്ചു. കാരണം ഞാനിത് എൻ്റെ ഫാമിലിയായിട്ടും കാര്യങ്ങൾ ഞാനിതൊരു വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരം വരുന്നതാണ് ഞാനിവിടെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടി ഇതിനെപ്പറ്റി ഒന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാമെന്നും, അപ്പോൾ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആകും. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകുകയാണെങ്കിലും ഈ വരിക്ക് വഴിതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ബെസ്റ്റ് ഒരു സ്ഥലമാണിത്. അതായത് ന്യൂയോർക്ക് സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ചമ്പക്കുളത്തിനടുത്ത് കൈനഗിരി എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പം നല്ല ഫുഡിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വെടിച്ചില്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു 10-15 പ്രാവശ്യത്തിനോളം ഞാനിവിടെ വരാറുള്ളത്. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരം വരുന്ന സമയത്തെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ നല്ല മായമില്ലാത്ത നല്ല അടിപൊളി മധുരക്കള്ളും അതേപോലെ ഫുഡുമാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. നല്ല ഫിഷ്, അതായത് കരിമീൻ പൊള്ളിച്ചതും അതുപോലെ താറാവ്, ഇങ്ങനെയുള്ള പല പല ഫുഡുകൾ കാര്യങ്ങൾ, നല്ല ടേസ്റ്റിയുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്ത് കിട്ടുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോയി കാണാം. ഫാമിലി ഹട്ടിലേക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി ഫാമിലി ഹട്ട് എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പം എല്ലാം അവരോട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പാടില്ല. കാരണം അപ്പോൾ നമ്മുടെ കൊറോണ കാരണം അകത്ത് ഇവിടെ ഫുഡ് ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്നും ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് മധുരക്കള്ള്, ഇത് മൂത്തത്. നമുക്ക് കഴിക്കാനുണ്ട് കപ്പ, അപ്പം, പുട്ട്, ചപ്പാത്തി കഴിക്കാനുണ്ട്. കറിയായിട്ട് ബീഫ് കറി, ബീഫ് ഫ്രൈ, താറാവ്, പന്നി ഫ്രൈ, കക്കാറച്ചി, മീൻകറി, നാടൻ കോഴി, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, ഞണ്ട്, കൊഞ്ച്, കരിമീൻ, കാരി ഫ്രൈ, കാട ഫ്രൈ, കാട. ഇത് ഞങ്ങളുടെ സ്പെഷ്യലാണ് കരിമീൻ കുറുക്കി പൊളിച്ച് കൊടുക്കുക. കരിമീൻ തവ ഫ്രൈ, കരിമീൻ കുറുക്കി പൊളിച്ച് തേങ്ങാപ്പാലിനകത്ത് പ്രത്യേക രീതി ചെയ്യുന്നതാണ്. കരിമീൻ ഞണ്ട്, കായൽ ഞണ്ട്, കമ്മട്ടി എന്ന് പറയും. കമ്മട്ടി ഒരെണ്ണം എടുക്കുക. പിന്നെ കക്കാറച്ച് 2 പ്ലേറ്റ് എടുക്കുക. പിന്നെ വേറെന്താ വേറെന്തുണ്ട്? പിന്നെ ചെമ്മീൻ റോസ്റ്റുണ്ട്, കൊഞ്ചുണ്ട്, ചെമ്മീൻ കൊഞ്ച്, ഒരു പന്നി, പിന്നെ കാരി ഫ്രൈ, ഒരു പോർക്ക് 2 പോർക്ക്. പിന്നെ കപ്പ ഏതാണ്? കപ്പ ഒരു 5-6 എടുക്കുക. 6 കപ്പ. പിന്നെ നമുക്ക് ഇതും കൂടെ എടുത്താലോ, കരിമീൻ എടുത്താലോ. കരിമീൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ കുറുക്കി പൊളിച്ച് തേങ്ങാപ്പാലിന് പ്രത്യേക രീതി ചെയ്യുന്ന ഇവിടുത്തെ ന്യൂയോർക്കിന്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഒരു കരിമീൻ മപ്പാസ്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ശകലം മധുരക്കള്ള്, നല്ല ഒരുപാട് മധുരക്കള്ള് നമ്മൾ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മധുരക്കള്ളിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. അപ്പം മധുരക്കള്ളൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഇങ്ങനത്തെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ നമ്മുടെ ഈ എന്താ പറയുന്നത് ന്യൂയോർക്ക് സിറ്റി ഫാമിലി ഹട്ടിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ചുറ്റുമുള്ള ഏരിയ ഒക്കെ നമുക്കൊന്ന് കാണാം. നല്ല സീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഫുള്ള് പാടവും ഇതാകണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ നെൽകൃഷി പാടമാണിത് മൊത്തം. ഇപ്പം നെല്ല് കതിര്, അതായത് എന്താ പറയുക, ഞാറ് നട്ട് അപ്പം അതിനൊക്കെ വളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ആൾക്കാരവിടെ. നല്ല പച്ചപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ സീനറിയാണ് ഇവിടെ. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കുളം മാതിരി, അതിനകത്ത് ഫുള്ള് മീനാണ്. ചെറിയ ചെറിയ ചേറുമീനും കാര്യങ്ങളും അതും ഇതൊക്കെയാണ്.
നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സീനറിയാണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഫുഡും ഒക്കെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് വന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫുഡിങ്ങിലേക്കുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇത് കഴിക്കാനുള്ള പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരാൾ ഓൾറെഡി കഴിപ്പ് തുടങ്ങി കഴിഞ്ഞ് ഒരു പാത്രം അവിടെ കാലിയാവാറായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെല്ലി അതെല്ലാം കൂടെ ഒന്ന് കടിച്ചു കുറച്ച് തിന്നാനുള്ള പരിപാടിയിലേക്കൊന്ന് കടക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഐറ്റം കൂടെ വരുന്നുണ്ട്. നമ്മൾ കാട ഓർഡർ ചെയ്തിട്ടുണ്ട്. കാട ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ കാടയും കൂടെ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റംസ് ആദ്യം ഒന്ന് പെട്ടെന്ന് തീർത്തെടുക്കണം. നല്ല അടിപൊളി. അതായത് നമ്മുടെ ഞണ്ട്, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ കറിയാണ് നമ്മുടെ ഞണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല അടിപൊളി. അതുപോലെ നമ്മുടെ കരിമീൻ ഇതെന്താ പറയുന്നത് പൊള്ളിച്ചെടുത്തതാണ്. ഇത് കരിമീൻ, അതായത് എന്താ ഈ തേങ്ങാപ്പാൽ പൊള്ളിച്ചെടുത്ത നല്ല അടിപൊളി സാധനമാണ്. കപ്പയുടെ കൂടെ കഴിക്കാതെ നല്ല സൂപ്പർ സാധനം, നല്ല വെടിച്ചില്ല സാധനം. പിന്നെ നമ്മുടെ കക്കറച്ചിയുണ്ട്, പന്നിയുണ്ട്. ഇത് ടേസ്റ്റ് പറയാൻ ഒരിതില്ല. നല്ല വെടിച്ചില്ല സാധനം, നല്ല കിടുക്കാച്ചി സാധനമാണ്. അങ്ങനെ ഞണ്ടിൻ്റെയൊക്കെ കാലിൻ്റെ വലിപ്പം കണ്ടു കേട്ടാ. നല്ല അടിപൊളി സാധനം, കിടിലം സാധനം. ഇത് നമ്മൾ ജസ്റ്റ് ആ ചാറിനകത്ത് കൂടെ നോക്കിയിട്ടൊന്ന് അടിപൊളി. നല്ല വെടിച്ചില്ല സാധനം. മാസ്ക് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തിന്നാനൊക്കെ. അപ്പോൾ നമുക്ക് ശകലം നേരത്തേക്ക് മാസ്ക് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം ഇതിനകത്തൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ക്യാമറമാൻ അവിടെ കൊതി വിട്ട് നിൽക്കുകയാണ്. പുള്ളിക്ക് നമ്മളവിടെ തീറ്റ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളി അവിടെ ക്യാമറയെ പിടിച്ചിട്ട് നിൽക്കുക. നമുക്ക് പുള്ളിയും കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം. നമുക്കപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം. അപ്പോൾ അവിടെ ഞണ്ടും കരിമീനും സാധനം എല്ലാം തീർന്നുണ്ട്. ഞണ്ടൊക്കെ ഒരു ജാതി അമ്മാതിരി ടേസ്റ്റാണ്. കരിമീൻ ഇതിന് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ, നമ്മുടെ കാട പൊരിച്ചത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇങ്ങനെ കാടയുടെ ഒരു കാല് ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ചെടുക്കുക. ഇതങ്ങോട്ട് ഒരു ടേസ്റ്റ്, അന്യായ ടേസ്റ്റാണ്. സൂപ്പർ സാധനം, അടിപൊളി തരത്തിൽ കിടുക്കാച്ച് സാധനം. ഉണക്കി കയറല്ലോ കേട്ടോ, ഉപ്പിച്ചില് കടിക്കുന്ന പോലെ ആയിപ്പോ. അവനിങ്ങനെ ഇരുന്നില്ല, അവൻ എന്ത് ഇങ്ങനെ അവൻ തന്നെ ഓവർ സൈസ് വെച്ചു വേണ്ട. അതിനെപ്പോഴും വെറുതെ ഇങ്ങനെ നമ്മൾ ബാക്കി എല്ലാ പ്ലേറ്റും കാര്യങ്ങളെല്ലാം കാലിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം, ചില നല്ല വെടിച്ചെല്ലാം സാധനം എന്താ, നല്ല സൂപ്പർ ഐറ്റം. വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കണ്ടില്ലയോ? പാത്രങ്ങളെല്ലാം കാലി ചെയ്യാണ്ട് ചപ്പും വേസ്റ്റും കുടലും പട്ടം എല്ലാം ഇവിടെ തട്ടിയിട്ടുണ്ട്. ഇപ്പം പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ല. അന്യായ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്. അതുപോലെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക, കരിമീന, ഞണ്ട്, കൊഞ്ച്, പിന്നെ പന്നി, ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഈ സാധനങ്ങൾ. പിന്നെ കക്കയിറച്ചിയും കാര്യങ്ങളും, കക്കയിറച്ചി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കാട ഉണ്ടായിരുന്നു, പിന്നെ കപ്പ, പിന്നെ അപ്പം, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത അജാതി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിലിട്ടേക്കാം. താല്പര്യമുള്ളവർ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അടിക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീട്ടിൽ കാണുമ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിറങ്ങി ഇപ്പോൾ നമ്മളെ പോലെ വന്നൊരു ടീമുകളാണ് അവർ. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ അഭിപ്രായം നമുക്കൊന്നറിയാം. എങ്ങോട്ടാണ് ചോദിച്ചു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും? നല്ല ഫുഡാണ്, നമുക്ക് കുഴപ്പമില്ല. പൈസയും ക്യാഷും റീസണബിൾ പ്രൈസും നമ്മുടെ ശുദ്ധരായ ഫുഡിൻ്റെ ക്വാളിറ്റി നല്ല ഫുഡാണ്. ഞങ്ങൾ ചെങ്ങന്നൂർ ഇപ്പോൾ 3 പ്രാവശ്യം ഞങ്ങൾ വരുന്നത്. ഓക്കെ ഫുഡ് നല്ലതാണ്. പിന്നെ വരാൻ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും നമ്മുടെ എല്ലാ കുടുംബമായിട്ടും നമുക്ക് ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കഴിക്കുമ്പോൾ നല്ല ബെസ്റ്റ് ഒരു പ്ലേസ് ആണിത്. ഫുഡിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഫുഡും അതുപോലെ റീസണബിൾ പ്രൈസുമാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്.